മലയാള സിനിമയെ ശരിക്കും സ്റ്റുഡിയോൻ്റെ സെറ്റുകളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്ന സംവിധായകൻ തന്നെയാണ് പി എൻ മേനോൻ. അതുകൊണ്ടായിരിക്കണം തമിഴിലെ വളരെ പ്രശസ്തനായ സംവിധായകൻ ശ്രീ ഭാരതി രാജ ഒരിക്കൽ പറയുകയുണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് മലയാളത്തിലെ ഡയറക്ടറായ പി എൻ മേനോനായിരുന്നു എന്ന്. അതിനുള്ള അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ തോന്നിയ ആ ചിത്രങ്ങൾ, ചെമ്പരത്തി തുടങ്ങിയ ചിത്രങ്ങൾ, അതിനെല്ലാം പുറമെ ഓളവും തീരവും എന്ന ചിത്രമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്. ഓളവും തീരവും എന്ന ചിത്രത്തിൽ മങ്കട രവിവർമ്മയായിരുന്നു ക്യാമറാമാൻ. അപ്പോൾ ഇതിൽ ഇടയ്ക്കൊന്ന് ചിരിച്ചും ഇടയ്ക്കൊന്ന് കരഞ്ഞും എന്ന് പറഞ്ഞൊരു ഗാന ചിത്രീകരണ രംഗമുണ്ട്. അതിൽ വളരെ ഇടവപ്പാതിയിൽ പെയ്യുന്ന എന്താ പറയുക, വളരെ ശക്തിയുള്ള മഴയിലെടുത്തിരിക്കുന്നൊരു പാട്ടാണത്. ചാലിയാർ പുഴ ഇങ്ങനെ കുത്തിയൊലിച്ചു വരുന്ന സമയത്ത് എടുത്തിട്ടുള്ള ഒരു രംഗമാണത്. അപ്പോൾ ഇതിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആ ഒരു പുഴയിലൂടെ എല്ലാം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ, മരം ഒഴുകി വരുന്നു, ചില മൃഗങ്ങൾ ചത്തിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പി എൻ മേനോന് തോന്നി ഒരു താറാവ് അതിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോയാൽ കൊള്ളാമെന്ന്. അപ്പോൾ ചത്ത താറാവിനെ കിട്ടുന്നില്ല. അവസാനം ജീവനുള്ളൊരു താറാവിനെ പിടിച്ചിട്ട് സംവിധായകൻ അതിൻ്റെ കഴുത്തങ്ങ് ഒടിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് അതിനെ വെള്ളത്തിലിട്ട് ആ ഷോട്ട് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. സാത്വികനായിരുന്ന മങ്കട രവിവർമ്മയ്ക്ക് സഹിക്കാൻ പറ്റാതെ അദ്ദേഹം ഈ രംഗം ചിത്രീകരിക്കാതെ സണ്ണി ജോസഫ് എന്ന അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റിനെ ഏൽപ്പിച്ച് പോയി എന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. ആ രംഗം, ആ പാട്ട് കാണുമ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് ആ താറാവ്, ചത്ത താറാവ് ഒഴുകി വരുന്നത് കാണാൻ സാധിക്കും. പി എൻ മേനോൻ സംവിധാനം ചെയ്ത ഗായത്രി എന്ന സിനിമ പല കാരണങ്ങളാലും ദേശീയ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം ഇന്ത്യൻ അവസ്ഥയെ വിശ്ലേഷിക്കുന്ന ഒരു സിനിമയാണിത്. ഇതിൽ വൈദിക സംസ്കാരത്തിന് എതിരെ മാനവശേഷി ഉണരേണ്ടതിൻ്റെ ആവശ്യകതയിൽ സിനിമാ സംവിധായകൻ ഊന്നുന്നു. പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ എന്ന ഗാനം സംവിധായകൻ്റെ ആ ആശയത്തിൻ്റെ യഥാർത്ഥമായ പ്രതിഫലനം തന്നെയാണ്. നമുക്ക് ചാൻസ് എല്ലാം നീ സരി സ ആദ്യം വന്ന സ്വരങ്ങൾ 3 സ്വരങ്ങൾ ആണെന്നാണ്. അപ്പോൾ അത് നമ്മൾ കൂടുതലും ചാൻറ്റുകൾ കേട്ടിട്ടുള്ള വേദങ്ങളിലും നീ സരി സ എന്നുള്ള പ്രയോഗങ്ങളാണ് കൂടുതലുള്ളത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ രാഗത്തിന് ഏറ്റവും കൂടുതൽ ഒരു സാധ്യത, ഈ ഒരു ചാൻറ്റ് ഉപയോഗിക്കാനുള്ളൊരു സാധ്യത പ്രതിമധ്യമത്തിൽ നിന്ന് തുടങ്ങുമ്പോഴാണ്. അത് പ്രതിമധ്യമ ഷഡ്ജമാകുമ്പം ഗാന്ധാര നിഷാദവും പഞ്ചമൻ ഋഷഭവും ആവും. അത് പത്മതീർത്ഥമേ ഉണരു, മാനസ പത്മതീർത്ഥമേ ഉണരു, അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ നർഹ്യം നൽകൂ, ഗന്ധർവസ്വരഗംഗയൊഴുക്കൂ, ഗായത്രികൾ പാടൂ, ഓം തത് സവിതുർവരേണ്യം എന്ന് പറഞ്ഞ് തുടങ്ങിയേക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു പാട്ട് പല്ലവി കഴിഞ്ഞിട്ട് ആ മന്ത്രം വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വികാരം പെട്ടെന്ന് ടോണിക് മാറിയിട്ട് പ്രതിമധ്യമ ഷഡ്ജമാകുമ്പോൾ കിട്ടുന്നൊരു വൈബ്രേഷൻ വേറെയാണ്. ഇപ്പോൾ ഈ രാഗത്തിൽ നിന്ന് വിട്ടിട്ടില്ലെങ്കിലും അങ്ങനെയുള്ള കുറേ പ്ലസ് പോയിൻറ്റ്സ് ഈ ഒരു പാട്ടിന് നമുക്ക് പറയാനുണ്ട്. പത്മതീർത്ഥമേ ഉണരു, മാനസ പത്മതീർത്ഥമേ ഉണരു, അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർഘ്യം നൽകൂ, ഗന്ധർവസ്വരഗംഗയൊഴുക്കൂ, ഗായത്രികൾ പാടൂ. ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി
धियो यो न प्रचोदयात् ॐ तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात्. സമൂഹത്തിന് നേരെ കുറേ ചോദ്യങ്ങൾ ഉയർത്തിവിട്ട ചിത്രമായിരുന്നു ഗായത്രി. അതിലെ ഒരു ബ്രാഹ്മണ പെൺകുട്ടിയെ വേറെ ജാതിയിൽപ്പെട്ട ഒരാൾ സ്നേഹിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കഥയായതുകൊണ്ട് അതിലെ ഗാനങ്ങളിലും വയലാർ രാമവർമ്മ വളരെ ബുദ്ധിപൂർവം തമിഴ്നാടിനോട് ബന്ധപ്പെട്ട ചില വാക്കുകൾ ഉപയോഗിച്ച് ഗാനങ്ങൾ ഒരുക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധിക്കുകയുണ്ടായി. ദേവരാജ മാസ്റ്റർ ചെയ്ത സംഗീതം അത് വേറൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും വയലാർ രാമവർമ്മ ഇതിൽ പ്രത്യേകിച്ചും തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണെ എന്നെഴുതിയപ്പോൾ അത് അന്നത്തെ കാലത്ത് നമുക്കൊരു വളരെ പുതുമയുള്ളൊരു പ്രയോഗമായിട്ട് തോന്നി. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, നിന്റെ അരഞ്ഞാണ ചരടിലെ ഏലത്തിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ, അനംഗമന്ത്രമുണ്ടോ? തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ. ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന ചിത്രമാണ് ഗായത്രി. ആ ഗായത്രിയുടെ ചിത്രീകരണം മുഴുവനും ശുചീന്ദ്രം ടെമ്പിളിലും അതിന് പരിസരത്തും വെച്ചായിരുന്നു. ഞാനതിലെ ഒരു ധോബി അലക്കുകാരനായിട്ടാണ് അഭിനയിച്ചത്. ജയഭാരതി ഒരു ബ്രാഹ്മണ പെൺകുട്ടിയായിട്ടും ഞങ്ങൾ തമ്മിലുള്ള പ്രണയമാണ് അതിൻ്റെ കഥാതന്തു. അതിൽ ഞങ്ങളുടെ പ്രണയഭാഗം കാണിക്കുമ്പോൾ അതിമനോഹരമായൊരു ഗാനം പിറന്നു. അതാണ് തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണെ. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ.